വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 12, 37 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. യഹൂദരുടെ അവിശ്വാസം. ഇത് പറഞ്ഞതിനു ശേഷം യേശു അവരിൽ നിന്ന് പോയി രഹസ്യമായി പാർത്തു. അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുൻപാകെ പ്രവർത്തിച്ചെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം പൂർത്തിയാകേണ്ടതിനാണ് ഇത്. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു? കർത്താവിന്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്? അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യെശയ്യാ വീണ്ടും പറഞ്ഞിരിക്കുന്നു, അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു. അവന്റെ മഹത്വം കാണുകയും അവനെ പറ്റി സംസാരിക്കുകയും ചെയ്തതുകൊണ്ടാണ് യെശയ്യാ ഇങ്ങനെ പ്രസ്താവിച്ചത്. എന്നിട്ടും അധികാരികളിൽ പോലും അനേകർ അവനിൽ വിശ്വസിച്ചു. എന്നാൽ സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതനാകാതിരിക്കാൻ വേണ്ടി ഫരിസയരെ ഭയന്ന് അവരാരും അതേറ്റു പറഞ്ഞില്ല. ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു. യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത്. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. എന്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല. കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല, രക്ഷിക്കാനാണ്. എന്നാൽ എന്നെ നിരസിക്കുകയും എന്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും. എന്തെന്നാൽ ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത്. ഞാൻ എന്തു പറയണം, എന്തു പഠിപ്പിക്കണം എന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവിടത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ്. സ്വയം ധ്യാനിച്ച് ഒരുങ്ങുന്ന യേശു. ആ ദിവസങ്ങളിൽ യേശു ജെറൂസലേമിന്റെ പരിസരങ്ങളിൽ വെച്ച് പല അടയാളങ്ങളും അത്ഭുതങ്ങളും ജനങ്ങളുടെ ഇടയിൽ ചെയ്ത് യേശു ആരാണെന്ന് വെളിപ്പെടുത്താൻ ശ്രമിച്ചു. സമ്മിശ്ര വികാരങ്ങളാണ് അവ ജനങ്ങളിൽ ഉണ്ടാക്കിയത്. സാധാരണക്കാരായ പലരും യേശുവിൽ വിശ്വസിച്ചു. അതോടുകൂടി തന്നെ പല അധികാരികളും യേശുവിൽ വിശ്വാസം അർപ്പിക്കാൻ ഇടവന്നു എന്നും നാം കാണുന്നു. എന്നാൽ പലരും തങ്ങളെ സിനഗോഗിൽ നിന്ന് ബഹിഷ്കരിക്കാൻ ഇടവരും യേശുവിൽ വിശ്വസിക്കുന്നു എന്നുള്ള കാരണത്താൽ എന്ന് ഭയപ്പെട്ട് അവരാരും അത് പുറത്ത് പ്രകാശിപ്പിക്കാൻ ഇടവന്നില്ല. പലരും തന്നെ യേശുവിൽ വിശ്വാസം അർപ്പിക്കാൻ തയ്യാറാകാത്ത ആളുകളും ഉണ്ടായി. അങ്ങനെ യേശു ഒരു വിവാദ വിഷയം എന്ന രീതിയിൽ, വിവാദത്തിന്റെ അടയാളം എന്ന രീതിയിൽ സമൂഹമധ്യേ പ്രത്യക്ഷപ്പെടുന്നു. ഈ സമയത്ത് യേശു കുറച്ചു സമയം രഹസ്യമായി കഴിഞ്ഞുകൂടാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ രഹസ്യത്തിൽ മറ്റുള്ളവരിൽ നിന്ന് ഒക്കെ അകന്നു മാറി
തന്നെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഏശയ്യാനിവ്യയുടെ വാക്യങ്ങൾ ധ്യാന വിഷയമാക്കുന്നു. യഥാർത്ഥത്തിൽ ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നുവരികിലും മനസ്സിലാക്കാത്തവരെ പോലെ പെരുമാറാൻ ഇടവരുന്നു എന്ന യാഥാർത്ഥ്യം തന്നെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളൊക്കെ ധ്യാനിച്ച് താൻ ഏറ്റെടുക്കാൻ പോകുന്ന ജീവിത ബലി യഥായോഗ്യം അർപ്പിക്കാൻ വേണ്ടി തന്നെ ഒരുക്കാനുള്ള അവസരമായിട്ട് അതിനെ മാറ്റുന്നു. അതേസമയം തന്നെ തന്റെ നിലപാട് സത്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണെന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കേണ്ടത് ആണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു ജനങ്ങളോടായിട്ട് പറയുന്നു, താൻ ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്ന ലോകത്തിന്റെ പ്രകാശമാണ്. തന്നിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ അന്ധകാരത്തിൽ ജീവിക്കാൻ ഇടവരികയില്ല. ധാർമ്മികമായിട്ടുള്ള അന്ധകാരത്തെ സംബന്ധിച്ചായിരിക്കണം യേശു സൂചിപ്പിച്ചത്. പിതാവിനാൽ അഭിഷിക്തനായി ലോകത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന താൻ പിതാവിന്റെ ഇഷ്ടമാണ് തന്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നത് എന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ ജനങ്ങളോട് തുറന്ന് പ്രസ്താവിക്കുകയാണ് യേശു. ജനങ്ങളുടെ ഇടയിൽ വളരെ സമ്മിശ്രമായിട്ടുള്ള വികാരങ്ങളാണ് യേശുവിന്റെ ഈ വാക്കുകൾ ഉണ്ടാക്കിയത് എന്നാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്.